Hello friends, welcome back. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡാറ്റ ടൈപ്സ് എന്താണെന്നും വേരിയബിൾ എന്താണെന്നൊക്കെ കുറച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം നമുക്ക് അല്ലേ. സാമ്പിൾ കോഡുകളാണ്, കുറച്ച് കോഡുകൾ പ്രോഗ്രാമുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഇൻ്റർപ്രറ്റർ എടുക്കാം. ഇൻ്റർപ്രറ്റർ ഓപ്പൺ ചെയ്യാൻ എന്താ ചെയ്യാം, നമ്മൾ ടെർമിനലിൽ വന്നു. ടെർമിനലിൽ എന്താ ചെയ്യേണ്ടത്, പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇൻ്റർപ്രറ്റർ വന്നു കഴിഞ്ഞു, ഓപ്പൺ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഹലോ എന്നൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഹലോ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ഈ ഇൻ്റർപ്രറ്ററുടെ പ്രത്യേകത എന്താ, നമ്മൾ കൊടുക്കുന്ന ഓരോ ലൈനിനനുസരിച്ചാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഒരു ലൈൻ നമ്മൾ കോഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ അടിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് വേണം അടുത്ത ലൈൻ നമുക്ക് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ ലൈനിൽ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവുക, അല്ല പല ലൈൻസ് ഉണ്ടാവില്ലേ. ചിലപ്പോൾ പേജുകൾ ഉണ്ടാവും, ഒരുപാട് നീളത്തിലായിരിക്കും നമ്മുടെ പ്രോഗ്രാം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒറ്റ ലൈൻ മാത്രം വെച്ച് ഒരു ഇൻ്റർപ്രറ്റർ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പോസിബിൾ അല്ല, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം ഒരു കാര്യം ചെയ്യാവുന്നത്, ഒരു ഫയലിൻ്റെ ഉള്ളിലേക്ക് നമ്മളെല്ലാ പ്രോഗ്രാമും ടൈപ്പ് ചെയ്ത് കയറ്റിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആ ഫയൽ വെച്ചിട്ട് ആ ഫയലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുന്നു. ആ ഫയലിലുള്ള മൊത്തം പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാം, നമ്മൾ ആദ്യമേ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ഇൻ്റർപ്രറ്റർ ഞാൻ ക്വിറ്റ് ചെയ്യാണ്, ഇൻ്റർപ്രറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇൻ്റർപ്രറ്റർ നമുക്കിനി ആവശ്യമില്ല, ഇൻ്റർപ്രറ്റർ നമ്മൾ ഉപേക്ഷിക്കാൻ പോകണം ഇവിടെ. ഓക്കെ, ഇൻ്റർപ്രറ്റർ നമ്മൾ ക്വിറ്റ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു മൊത്തം. ഞാനിപ്പോൾ എൻ്റെ പി സിയുടെ ഉള്ളിലുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിരിക്കുകയാണ്. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേർഡ് പോലെ നോട്ട് പാഡൊക്കെ പോലെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സബ്ലൈം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. സാധാരണ വെറുതെ നോട്ട്സൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സബ്ലൈം ടെക്സ്റ്റ് കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്നതുകൊണ്ടാണ് സബ്ലൈം ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ലൈം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുകയാണ്. ഇതിൽ program.py എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല ഈ program.py എന്ന് പറയുന്ന ഫയലിൽ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇനി എഴുതാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമുകളും ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഈ program.py എന്ന് പറയുന്ന ഫയലിലായിരിക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഞാൻ നമ്മുടെ പൈത്തണിൻ്റെ ഇൻ്റർപ്രറ്ററിലേക്ക് ഈ ഫയലിനെ ലിങ്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഫയലിൻ്റെ മൊത്തം എല്ലാ ലൈനുകളും, അതായത് ഈ ഫയലിൻ്റെ ഉള്ളിലുള്ള എല്ലാ കോഡുകളും അനലൈസ് ചെയ്ത് ഓരോ ലൈൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് നമ്മുടെ ഇൻ്റർപ്രറ്റർ നമ്മളെ കാണിച്ചു തരും. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് ഈ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം, ജസ്റ്റ് അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് നമുക്ക് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ A+B നമ്മൾ മാത്സിൽ പറയുന്നത് പോലെ തന്നെ 1+2 എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു പണി ചെയ്യാം. A എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കാം. ഈ എയിലേക്ക് ഒരു നമ്പറിനെ നമുക്ക് സേവ് ചെയ്യാം. ഞാൻ എയിലേക്ക് ഒരു 2നെ സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ലൈൻ കോഡ് എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് ലൈനിൽ എന്താ എഴുതിയിരിക്കുന്നത്, A=2 എന്ന് എഴുതി. ഇപ്പോൾ എന്ത് സംഭവിച്ചു, A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. ആ വേരിയബിളിന് ഒരു മെമ്മറി സ്പേസ് കൊടുത്തു. ആ സ്പേസിൻ്റെ ഉള്ളിലേക്ക് 2 എന്ന് പറയുന്ന നമ്പറിനെ എടുത്തു വെച്ചു. ഓക്കെ, ഇനി അടുത്ത ലൈൻ ഞാൻ എഴുതാൻ പോവാണ്, B=3. ഓക്കെ, B എന്ന് പറയുന്ന ഒരു വേരിയബിളായി, Bയിലേക്ക് 3 എന്ന് പറയുന്ന വാല്യൂ എടുത്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇത് രണ്ട് സം ചെയ്തിട്ട് അതിൻ്റെ സം എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ അടുത്ത ലൈൻ എഴുതുന്നു, സം എന്ന് പറയുന്നത് A+B ആണെന്ന് എഴുതുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, റൈറ്റ് സൈഡിൽ A+B ആണ്, ഈ =2ൻ്റെ റൈറ്റ് സൈഡിൽ A+B ആണ്. അപ്പോൾ A+B എന്ന് പറയുന്നത് ആദ്യം ചെയ്യും, അതായത് എയും ബിയും തമ്മിൽ കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അത് സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കും. അപ്പോൾ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം കൂട്ടിയിട്ട് ആ വാല്യൂ എടുത്ത് സമ്മിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കും. അപ്പോൾ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഡ് ചെയ്ത് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി സം ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എയും ബിയും ആഡ് ചെയ്ത നമ്പർ കിട്ടില്ലേ. അപ്പോൾ ഞാൻ സമ്മിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻവെർട്ടഡ് കോമാസിൽ സം എന്ന് എഴുതി കഴിഞ്ഞാൽ സംഭവിക്കും, ജസ്റ്റ് സം എന്ന് വെറുതെ പ്രിൻറ്റ് ചെയ്തു വരും അല്ലേ. കാരണം ഇൻവെർട്ടഡ് കോമാസിൽ എഴുതുന്ന ഒരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് സം എന്ന് വെറുതെ പ്രിൻറ്റ് ചെയ്തു വരും. ഞാൻ ഇൻവെർട്ടഡ് കോമാസ് കളയുകയാണ്, ജസ്റ്റ് സം എന്ന് മാത്രം ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു വരും. ഞാനിത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം
ഞാൻ ഇൻ്റർപ്രിറ്ററിലേക്ക് വന്നു. ഇൻ്റർപ്രിറ്ററിൽ ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് ഞാൻ ആ പ്രോഗ്രാം എഴുതിയിരിക്കുന്ന ഫയലിൻ്റെ നെയിം കൊടുക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് program.py ആണ്. അപ്പോൾ ഞാൻ പൈത്തൺ 3 സ്പേസ് program.py എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, 5 എന്ന് പ്രിൻ്റ് ചെയ്തു തന്നു. അതായത് ആ പ്രോഗ്രാമിലെ ഓരോ ലൈനും അത് അനലൈസ് ചെയ്തു. A=2 എന്ന ലൈൻ ആദ്യം ചെയ്തു, B=3 എന്ന ലൈൻ രണ്ടാമത് ചെയ്തു. അത് കഴിഞ്ഞ് സം A+B+C എന്ന് ചെയ്തു. എന്നിട്ട് സമ്മിൻ്റെ ഉള്ളിലേക്ക് എയും ബിയും ആഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ എടുത്ത് സമ്മിലേക്ക് വെച്ചു. എന്നിട്ട് സം എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്തു. അത്രയും കാര്യങ്ങൾ 4 ലൈനിലായിട്ട് എഴുതിയത് മുഴുവൻ അനലൈസ് ചെയ്ത് അത് മൊത്തം ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുകയാണ്. എയുടെ വാല്യൂ ഞാനൊന്ന് 5 ആക്കി നോക്കുകയാണ്. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ എത്ര എണ്ണം, 5 + 3 8 എന്നല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു പ്രോഗ്രാം. എന്നിട്ട് ഞാൻ py1.1 വീണ്ടും നമ്മുടെ ടെർമിനൽ വിൻഡോയിലേക്ക് വന്നു. എന്നിട്ട് പൈത്തൺ 3 program.py എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. എന്ത് സംഭവിച്ചു, 8 എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മളവിടെ ഏത് നമ്പറുകൾ കൊടുത്താലും എയിലും ബിയിലും ഏത് വാല്യൂസ് കൊടുത്താലും ആ 2 വാല്യൂസും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്ത് നോക്കിയാലോ. നമ്മളിപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്ട്രിങ്ങുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സ്ട്രിങ്ങുകൾ തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഞാൻ ഹലോ എന്നെടുക്കുകയാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഹലോ എന്നെടുക്കുന്നു. ബി എന്ന് പറയുന്നത് ഞാൻ വേൾഡ് എന്ന് കൊടുക്കുന്നു. സം എന്ന് പറയുന്നത് A+B ആക്കി. എന്നിട്ട് പ്രിൻ്റ് സം കൊടുത്തു. ഞാൻ സേവ് ചെയ്യാണ്. എന്തായിരിക്കും ഔട്ട്പുട്ട് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കി. സം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് A+B ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹലോയാണ് നമ്മുടെ എയുടെ വാല്യൂ, ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വേൾഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A+B ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ വരാൻ പോകുന്നതെന്ന്. ഞാൻ സേവ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. എന്ത് സംഭവിച്ചു, ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്തു തന്നു. അതായത് എയിലെയും ബിയിലെയും കാര്യങ്ങൾ രണ്ടും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്തു എന്നാണ് പറയുക. അതായത് ആദ്യത്തെ എയുടെ വാല്യൂ എടുത്ത് വയ്ക്കും, അതിൻ്റെ ലാസ്റ്റായിട്ട് ബിയുടെ വാല്യൂ കൂടി ചേർത്ത് വയ്ക്കും. അത് രണ്ടും ചേർത്ത് വയ്ക്കും. അത് കോൺകാറ്റിനേഷൻ എന്ന് അതിനെ പറയുക. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് വയ്ക്കുന്നതിന്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ 2 സ്ട്രിങ്ങുകളായിരുന്നു നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹലോ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് സ്പേസുകളോ ഒന്നുമില്ല. അത് ഒറ്റ വാക്കായിട്ടാണ് പ്രിൻ്റ് ചെയ്തിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഹലോയും വേൾഡും തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്തു, അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് കറക്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്ത് തന്നു. അത് രണ്ടും കൂട്ടി യോജിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇടുന്ന കാര്യം ഈ കോൺകാറ്റിനേഷൻ ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് A+B എന്ന് എഴുതുന്നതിന് പകരം A+ ഒരു ഇൻവെർട്ടഡ് കോമ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ള ആ ഒരു ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ ഒരു സ്പേസ് ബാർ ഇട്ട് കൊടുക്കാം, ഒരു വൈറ്റ് സ്പേസ് ഇട്ട് കൊടുക്കാം, അതായത് ഒരു സ്പേസ് അടിച്ചു കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് +B കൊടുക്കാം. അപ്പോൾ A+ നമ്മുടെ ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുത്തു. നമ്മൾ ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ട് +B കൊടുത്തു. അപ്പോൾ സം = എയും ഉണ്ട്, എയുടെ ശേഷം ഒരു വൈറ്റ് സ്പേസ്, അതായത് ഒരു ബ്ലാങ്ക് സ്പേസും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അപ്പുറത്ത് ബിയും, അങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് വരും. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഔട്ട്പുട്ട് എന്ന്. ഔട്ട്പുട്ട് കണ്ടോ, ഹലോ സ്പേസ് വന്നു, നമ്മൾ കൊടുത്ത ആ വൈറ്റ് സ്പേസ് അവിടെ വന്നു, ബ്ലാങ്ക് സ്പേസ് അവിടെ വന്നു, അത് കഴിഞ്ഞ് വേൾഡ് എന്ന് വന്നു. അപ്പോൾ അത് മൂന്നും തമ്മിൽ എന്താ പറയുക, കോൺകാറ്റിനേറ്റ് ആയി. നമ്മൾ 3 സ്ട്രിങ്സ് കൊടുത്തു, ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും ഒരു ബ്ലാങ്ക് സ്പേസ് ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങും വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും. അപ്പോൾ ഈ 3 സ്ട്രിങ്ങുകൾ തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. അടുത്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പഴയ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാം. ഇപ്പോൾ 2 നമ്പറുകൾ കൊടുക്കുന്നു, അതിൻ്റെ സം എടുക്കുന്നു. ബി എന്ന് പറയുന്നത് 2ഉം എ എന്ന് പറയുന്നത് 1 ആയിട്ടും കൊടുക്കുന്നു. 2 നമ്പേഴ്സാണ്. ഞാൻ 2 തമ്മിൽ സേവ് ചെയ്യുന്നു. സം = A+B കൊടുത്തു, പ്രിൻ്റ് സം കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിക്കും, എയും ബിയും തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം അത് സമ്മിലേക്ക് എടുത്തു വയ്ക്കും. ആ സമ്മിൻ്റെ വാല്യൂ ആയിട്ട് 1 + 2 3 പ്രിൻ്റ് ചെയ്യും അല്ലേ. സേവ് ചെയ്യാം, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ശരിയല്ലേ നോക്കാം. റൺ ചെയ്യുന്നു, യെസ് 3 വന്നു അല്ലേ. അപ്പോൾ കറക്റ്റാണ്, നമ്മൾ ചെയ്ത കാര്യം കറക്റ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടത്. A = 1 എന്ന് നമ്മൾ ആദ്യം അസൈൻ ചെയ്തു, B = 2 എന്ന് രണ്ടാമത് അസൈൻ ചെയ്തു. ഇത് രണ്ടും കൂടി ഒരു ലൈനിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുമോ, അത് നമുക്ക് നോക്കാം. അതിനൊരു വഴിയുണ്ട്. ഞാൻ ഈ B = 2 എന്നുള്ളത് കളയാണ്. അതിന് പകരം A, B = 1, 2 എന്ന് എഴുതുന്നു. ഇവിടെ എന്ത് സംഭവിക്കും, A, B = 1, 2.
ഈ 1 എന്ന് പറയുന്ന ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പർ ആദ്യം കൊടുത്തിരിക്കുന്ന വേരിയബിളിലേക്ക് സേവ് ആവും. അതായത് എയിലേക്ക് 1 സേവ് ആവും. അതേപോലെ ബിയിലേക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്ന വേരിയബിൾ ബി ആണ്, അതിലേക്ക് രണ്ടാമത് കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. ഈ 2 എടുത്ത് ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എയിൽ 1ഉം ബിയിൽ 2ഉം വരും. അപ്പോൾ നമ്മൾ 2 ലൈനായിട്ട് കൊടുത്തിരുന്ന കാര്യം ഒറ്റ ലൈനിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താലോ? സേവ് ചെയ്യുന്നു, ഞാൻ പ്രോഗ്രാം സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാണ്. എന്ത് സംഭവിച്ചു? 3 എന്ന് വീണ്ടും പ്രിൻറ്റ് ചെയ്ത് തന്നു അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് തന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലും എയുടെയും ബിയുടെയും വാല്യൂ, ഇപ്പോൾ 2-3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് ഇതുപോലെ അസൈൻ ചെയ്യാം. ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എ കോമ ബി കോമ സി ഈക്വൽ ടു 1, 2, 3 എന്ന് കൊടുക്കാം. കാരണം സിയുടെ വാല്യൂ അപ്പോൾ കറക്റ്റായിട്ട് 3 ആയിട്ട് വന്നോളൂ. എയുടെ വാല്യൂ 1 ആയിട്ടും ബിയുടെ വാല്യൂ 2 ആയിട്ടും സിയുടെ വാല്യൂ 3 ആയിട്ടും വന്നോളൂ. നമുക്ക് സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി കൊടുത്ത് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. 1 + 2 + 3 അതായത് 6 ആണ് നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ മാക്സിമം കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഇതേപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മൈൻഡിൽ തോന്നുന്നത് അതുപോലെ ചെയ്ത് നോക്കുക. ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. അതായത് നമ്മൾ ചെയ്ത് നോക്കുക, എന്നിട്ട് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക, ശരിയാണെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ട്രയൽ ആൻഡ് എറർ വഴി നമ്മൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക, ഈ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. നമുക്ക് എ ഈക്വൽ ടു, വീണ്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പയ്യൊന്ന് മാറ്റാം. ഞാൻ എ ഈക്വൽ ടു ഈ ഒരു ലൈൻ ക്ലിയർ ചെയ്യാണ്. എ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു, ബി ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു, സി ഈക്വൽ ടു ഹലോ എന്ന് കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? എയും ബിയും സിയും തമ്മിൽ ഞാനൊന്ന് കോൺകാറ്റനേറ്റ് ചെയ്യുന്നു, 3ഉം കൂടി കൂട്ടുന്നു, സം ചെയ്യുന്നു. സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുന്നു. എന്താണ് ശരിക്കും വരേണ്ടത്? എയും ബിയും നമ്പറുകളാണ്, സി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരാം? ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു, ഔട്ട്പുട്ട് നോക്കുന്നു. കണ്ടോ, ഒരു എറർ വന്നു, അൺസപ്പോർട്ടഡ് ഓപ്പറാൻഡ് ടൈപ്പ് ഫോർ പ്ലസ് ഇൻറ്റ് ആൻഡ് സ്ട്രിങ്. ഓക്കെ, അതായത് നമ്മൾ 1ഉം 2 എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സാണ്. അതേപോലെ ഹലോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ഇൻറ്റിജറുകളും സ്ട്രിങ്ങുകളും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതേപോലെ പ്ലസ് സൈൻ വെച്ചിട്ട് ഓരോ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ഇൻറ്റിജറുകൾ തമ്മിൽ കൂട്ടാം, നമുക്ക് സംഖ്യയുടെ വാല്യൂ തമ്മിൽ കൂട്ടാൻ പറ്റും ഇൻറ്റിജറുകൾ തമ്മിൽ, പക്ഷേ സ്ട്രിങ്ങുമായിട്ട് അതിനെ കൂട്ടാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കുക. പുതിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പല രീതിയിൽ നിങ്ങൾ അതിൻ്റെ ഇൻപുട്ടുകൾ അടിച്ച് നോക്കിയിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.